സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവേ, സീറോ മലങ്കര സഭയുടെ പിതാവും തലവനുമായ അത്യുന്നത കർദിനാൾ മോറന്മാർ ബസൂലിയൂസ് കാർഡിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ, അഞ്ചാമത് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കൺവീനറും ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനുമായ മാർ പോളി കണ്ണുകോടൻ പിതാവേ, അഭിമന്യ പാലാ രൂപതാധ്യക്ഷൻ മാർ കല്ലറങ്ങാട്ട് പിതാവേ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാന്യരായ എംപിമാരെ, MLA മാരെ, XMLA മാരെ, അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, അഞ്ചാമത് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കട്ടെ. വിശ്വാസ പരിശീലനം കാലാനുസൃതമാക്കണം, സമുദായം ശക്തിപ്പെടണം, പ്രേക്ഷിത ചൈതന്യം ജ്വലിക്കണം. സീറോ മലബാർ സഭയുടെ ദൗത്യ മേഖലകളിൽ അൽമായ വിശ്വാസികൾക്ക് കൂടുതൽ ഇടം നൽകാനുള്ള ആഹ്വാനമായി അഞ്ചാമത് സീറോ മലബാർ അസംബ്ലി സമാപിച്ചു. മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന 348 പ്രതിനിധികൾ 3 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനയുടെയും പരിചിന്തനങ്ങളുടെയും അനന്തരഫലമായി പുറപ്പെടുവിച്ച അന്തിമരേഖയിൽ സഭാ നവീകരണത്തിന് ഊന്നൽ നൽകുന്ന തീരുമാനങ്ങളാണ് പുറപ്പെടുവിച്ചത്. കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും എന്ന മുഖ്യപ്രമേയം ആസ്പദമാക്കി വിശ്വാസ പരിശീലന നവീകരണം, സുവിശേഷ പ്രഘോഷണത്തിലെ അൽമായ പങ്കാളിത്തം, സമുദായ ശക്തീകരണം എന്നീ മേഖലകളാണ് പ്രധാനമായും ചർച്ചാ വിഷയമാക്കിയത്. മാർത്തോമ നസ്രാണികളുടെ പുരാതന പാരമ്പര്യമായ സഭായോഗത്തിൻ്റെ പള്ളിയോഗം ആധുനിക പതിപ്പാണ് അസംബ്ലി. പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ അംഗബലം കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനും അജപാലന അധികാരം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വർദ്ധിത ചൈതന്യത്തോടെ സഹോദര സഭകളോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വ്യക്തിസഭയെന്ന നിലയിൽ വെല്ലുവിളികളെ സധൈര്യം നേരിടാനും ഒരുമയുടെയും സഹോദര്യത്തിൻ്റെയും വികാരത്തോടെ ഒരു കുടുംബമെന്ന നിലയിൽ ശക്തിപ്പെടാനും ഈ സമ്മേളനത്തിലൂടെ സഭ ലക്ഷ്യം വയ്ക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സഭാവിശ്വാസികൾ കൂടുതൽ കരുത്തരാകേണ്ടതിൻ്റെ ആവശ്യകത സമ്മേളനം ഊന്നിപ്പറയുന്നു. ജീവിക്കുന്ന നാട്ടിൽ തിരസ്കൃതമാകുന്ന കർഷക മക്കളുടെയും പ്രകൃതി ദുരന്തത്താലും വന്യമൃഗശല്യത്താലും കഷ്ടപ്പെടുന്നവരുടെയും വേദനയിൽ സഭ പങ്കുചേരുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുകയും ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യണം. മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ജനസുരക്ഷ മുൻനിർത്തി യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പരിഹാരം അടിയന്തരമായി കണ്ടെത്തണം. ദുഃഖ്രാന തിരുനാൾ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്ന് ശക്തമായി ഉന്നയിക്കപ്പെട്ടു. പ്രേക്ഷിത പ്രവർത്തന രംഗത്ത് അൽമായ വിശ്വാസികളെ സജീവമാക്കുക, വിശ്വാസ പരിശീലനത്തിൽ കുടുംബങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും പങ്കുവച്ചു. വിശ്വാസ പരിശീലനം നവീകരണം. വിശ്വാസ ജീവിതം സാമൂഹിക സാംസ്കാരിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലന മേഖല നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു. വിശ്വാസികളിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ക്രൈസ്തവ സ്വത്വവും സീറോ മലബാർ സമുദായ ബോധവും വർദ്ധിപ്പിക്കുക, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനന്യത ബോധ്യപ്പെടുത്തുക, ഈശോമിശിഹ ദൈവവും ഏകരക്ഷകനും എന്ന ബോധ്യം രൂഢമൂലമാക്കുക, ആത്മീയ വളർച്ചയും ദൈവാനുഭവത്തിലുള്ള ആഴപ്പെടലും സാധ്യമാക്കുക, ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ ഏറ്റുപറയാൻ സജ്ജരാക്കുക, മിഷണറി ബോധം ഉണർത്തുക തുടങ്ങിയ സാധ്യമാകുന്ന രീതിയിൽ വിശ്വാസ പരിശീലനം ബോധന പ്രക്രിയകൾ നവീകരിക്കപ്പെടണം. വിശ്വാസ പരിശീലകരെ പുതിയ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നവരാക്കാൻ സജ്ജരാക്കുക. വിശ്വാസ പരിശീലനത്തിൽ കുടുംബാംഗങ്ങൾക്കും ഇടവകകൾക്കും അജപാലകർക്കുമുള്ള പങ്ക് എടുത്തു കാണിക്കുക എന്നതും ഈ നവീകരണത്തിൽപ്പെടുന്നു. കാലാനുസൃതമായ അധ്യാപന രീതികൾ ഈ മേഖലയിൽ ഉപയോഗിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നു. വിശ്വാസ ജീവിതം എന്നത് ആരാധനാധിഷ്ഠിത ജീവിതമാണെന്നും സഭ തിരിച്ചറിയുന്നു. അതോടൊപ്പം സാർവത്രിക സാഹോദര്യലധിഷ്ഠിതമായിട്ട് മറ്റ് വിശ്വാസികളെ മാനിക്കാനും സഭാമക്കൾ പരിശീലനം നേടണം. അൽമായ പ്രേക്ഷിതത്വം. മാമോദിസ സ്വീകരിച്ച ഓരോ വിശ്വാസിയും പ്രേക്ഷിതനാണ്. എല്ലാ ജനതകൾക്കായുള്ള സുവിശേഷവത്കരണം, പുനർസുവിശേഷവത്കരണവും നവസുവിശേഷവത്കരണവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ 3 തലങ്ങളാണ്. ഈ തലങ്ങളിലെല്ലാം അൽമായ വിശ്വാസികൾ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സഭ ആഗ്രഹിക്കുന്നു. കല, സാഹിത്യം, രാഷ്ട്രീയം, സിനിമ, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങി തങ്ങളുടെ സേവന മേഖലകളെല്ലാം സുവിശേഷ മൂല്യാധിഷ്ഠിതമാക്കുക എന്നത് അൽമായരുടെ സുവിശേഷ ദൗത്യമാകണം. പ്രേക്ഷിത പ്രവർത്തനം സമർപ്പിത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒതുക്കാതെ അൽമായ വിശ്വാസികളും പ്രേക്ഷിത സജ്ജരാകണമെന്ന് അസംബ്ലി ആഹ്വാനം ചെയ്തു. സീറോ മലബാർ സഭയിൽ പ്രേക്ഷിതരായ അൽമായർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുവാൻ അസംബ്ലി ശുപാർശ ചെയ്തു. പ്രേക്ഷിത ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാൻ മിഷൻ ഫണ്ട് ശേഖരണം തുടങ്ങിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും.
ആത്മീയമായും ഭൗതികമായും അജപാലനപരമായും പരിശീലനം നേടി ഭാരതത്തിൻ്റെ ബഹുസ്വരതയും ഭരണഘടനയും മാനിച്ചുകൊണ്ട് തന്നെ സുവിശേഷ വേലയിൽ സജീവമായി അൽമായർ പങ്കുചേരുന്ന ഒരു പ്രേക്ഷിത വിപ്ലവം സഭ ഈ അസംബ്ലിയുടെ സ്വപ്നം കാണുന്നു. സീറോ മലബാർ സമുദായ ശക്തീകരണം. സീറോ മലബാർ സഭയെ തനതായ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച ഐക്യബോധം സഹവർത്തിത്വമുള്ള ഒരു സമുദായമാക്കി രൂപപ്പെടുത്തുന്നതിൻ്റെ കാലിക സാധ്യതകളെക്കുറിച്ചും ഒരു സമുദായം എന്ന നിലയിൽ നാം നേരിടുന്ന പ്രതിസന്ധികളുടെ ആഴങ്ങളെക്കുറിച്ചും 5ാമത് അസംബ്ലി സൂക്ഷ്മമായ പരിചിന്തനങ്ങൾ നടത്തുകയും കൃത്യമായ പരിഹാരമാർഗങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം സമുദായത്തെ പറ്റിയുള്ള അഭിമാനബോധം വളർത്തുക എന്നതാണ് സമുദായ ശക്തീകരണത്തിൻ്റെ ആദ്യപടി. സീറോ മലബാർ സമൂഹത്തിൻ്റെ ഭൗതിക തലത്തെ സൂചിപ്പിക്കുന്നതിനാണ് സമുദായം എന്ന പദം ഉപയോഗിക്കുന്നത്. ഒരു സമൂഹം എന്ന നിലയിൽ സമുദായം നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നിരവധിയാണ്. ജനസംഖ്യാ ശോഷണം, കൃഷി, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ തിരിച്ചടി, സാമൂഹിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ, പൊതുസമൂഹത്തിൽ ക്രിസ്തീയ ചരിത്രവും സംസ്കാരവും നേരിടുന്ന അവഗണന, പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം സഭ നേരിടുന്ന വെല്ലുവിളികളാണ്. ജീവൻ്റെ സംരക്ഷണവും പോഷണവും ഓരോ വിശ്വാസിയുടെയും പ്രഥമ ഉത്തരവാദിത്വമായി മാറണം. കാർഷിക വ്യവസായ മേഖലകളിലെ പ്രതിസന്ധികൾക്കിടയിലും സമുദായ അംഗങ്ങൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും വേണം. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലകളിൽ സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം കുറയുന്നതിൽ അസംബ്ലി ഉത്കണ്ഠ അറിയിച്ചു. സഭാ ജീവിതത്തിലും സമൂഹത്തിലും സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ അസംബ്ലി ലക്ഷ്യമിടുന്നു. സമുദായ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ നേതാക്കളെ ചേർത്ത് പിടിക്കാനും സമുദായ അംഗങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാകാനും തീരുമാനിച്ചു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്കായും ദളിത്, ക്രൈസ്തവർ, സഭാംഗങ്ങളായ നാടാർ, കമ്മാളർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ശാക്തീകരണത്തിനായും ഒറ്റക്കെട്ടായി പോരാടാൻ സഭ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ ചരിത്രവും സംഭാവനകളും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സീറോ മലബാർ സമുദായത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ശബ്ദമായി സമുദായ സംഘടന എന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസിനെ വളർത്താൻ അസംബ്ലി ആഹ്വാനം ചെയ്തു. സീറോ മലബാർ സഭ ഒരു ആഗോള സഭയായി മാറിയ സാഹചര്യത്തിൽ വിശാലമായ അജപാലന ശൈലി പ്രവാസി മേഖലകളിൽ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകത അസംബ്ലി ചർച്ച ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലുമായി വളർന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതുകണ്ണിയായി തങ്ങളുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും ഭാഷാ പൈതൃകവും പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാൻ അസംബ്ലി തീരുമാനിച്ചു. സഭാമക്കളായ പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികളിൽ സാധ്യമായ പരിഹാരം തേടാനും സഭ ആഗ്രഹിക്കുന്നു. ഗൾഫ് മേഖലയിലും യൂറോപ്പിലും നിയതമായ സഭാ സംവിധാനം രൂപപ്പെടുത്തുക, ക്നാനായ സമുദായത്തിൻ്റെ പ്രേക്ഷിത മേഖലകൾ വിശാലമാക്കുക, സൗത്ത് ആഫ്രിക്കയിലും സിംഗപ്പൂരിലും അജപാലന സംവിധാനം മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. സമുദായ ശാക്തീകരണം എന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രക്രിയയല്ല. ആഗോളമാനം ശ്രദ്ധിച്ചിരിക്കുന്ന സീറോ മലബാർ സഭ ലോകത്തെവിടെയായാലും അവിടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് സഭ യഥാർത്ഥത്തിൽ വളരുന്നത്. സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണം എല്ലാ രൂപതകളിലും നടപ്പിലാക്കണം എന്ന സിനഡ് തീരുമാനം അസംബ്ലി ശക്തമായി പിന്തുണച്ചു. സഭയുടെ പത്രമായ ദീപികയുടെ പ്രചരണത്തിനും മൈലാപ്പൂരിൽ സഭയുടെ സ്വന്തമായ തീർത്ഥാടന സംവിധാന ക്രമീകരണത്തിനും സഭാമക്കൾ സർവാത്മന സഹകരിക്കണമെന്ന് അസംബ്ലി ഓർമ്മിപ്പിച്ചു. സഭാപരവും സാമുദായികമായ അവകാശങ്ങൾക്കായി വാദിക്കുന്നതും പോരാടുന്നതും മതമൗലിക വാദമോ തീവ്രവാദമോ ആയി തെറ്റിദ്ധരിക്കുവാൻ ഇടയാകരുതെന്ന് സഭ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകയായ സഭ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നും സുവിശേഷാത്മക ധൈര്യത്തോടെ പ്രശോഭിക്കുന്നുള്ള വിശ്വാസത്തോടെ സഭാമാതാവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. സഭയുടെ ശിരസായ മിശിഹായുടെ അനുഗ്രഹവും പരിശുദ്ധ കന്യാമരത്തിൻ്റെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥനയും നമുക്ക് കൂട്ടായിരിക്കട്ടെ. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് ദൈവമേ അങ്ങേക്ക് സ്തുതി.